നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ ടൈം നിങ്ങൾ എക്സ്പ്ലനേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ചിലപ്പോഴേക്കും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് സൈലൻസ് ആണ്. ഇപ്പോൾ ആൾക്കാർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാനാണ്. വിമർശനങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ബട്ട് ഒരിക്കലും നമ്മൾ ഡിസ്റെസ്പെക്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. നമുക്ക് എപ്പോഴും നമ്മളോട് റെസ്പെക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ട്രൂലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും നമ്മൾ ക്വിറ്റ് ചെയ്യാൻ പാടില്ല. ഇത് ഡിഫിക്കൽട്ടാണ്, നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്, ബട്ട് അതിലേറെ ഡിഫിക്കൽട്ടാണ് നമ്മൾ റിഗ്രറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. സക്സസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ തലയിൽ കയറ്റി വെക്കരുത്. അതുപോലെ തന്നെ വിനയം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റി വെക്കുകയും ചെയ്യരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ ലിമിറ്റുകളെ അറിയാനും മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഓർക്കുക, നമ്മൾ ദേഷ്യത്തെക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ കരയുന്നത്. നിങ്ങൾക്കറിയോ, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഹർട്ടാവും അല്ലെ, നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ കരയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സോളും നമ്മുടെ ഹേർട്ടും ഒക്കെ ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ദേഷ്യം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്